ഹേ ഗൈസ്, നമുക്കിന്നൊരു സിമ്പിൾ മെത്തേഡിലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ? കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് എങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല ചുവന്ന കുട്ടപ്പനായ ഒരു ആപ്പിളിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഫുള്ള് ചുവമ്പല്ല, പകുതി വെളുത്തിരിക്കുക. അപ്പോൾ അത് നമുക്ക് അരിയാം. നല്ല തിന്നാണോ അതല്ല തിക്കാണോ അതല്ല, ഒരു മീഡിയം ടൈപ്പിൽ അരിയണം. അതിൻ്റെ പകുതി മതി, കാരണം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ആപ്പിള് അരിഞ്ഞ് നമ്മളൊരു ബൗളിലേക്ക് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് നല്ല ചുമ ആണോ, വയലറ്റ് നിറമാണോ, മഞ്ഞ നിറമാണോ എന്നൊന്നും മനസ്സിലാവാത്ത നമ്മുടെ പ്ലമ്മാണ് ഗൈസ്. നമ്മൾ കത്തി തൊടുമ്പോഴത്തേക്ക് ആ പ്ലമ്മിനകത്തോട്ട് ഇറങ്ങിപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പ്ലമ്മായിരുന്നു. അപ്പം അത് ഫുൾ ആ പ്ലമ്മ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നോക്കിയപ്പം 2 ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി 1 ഫുൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ആപ്പിളിൻ്റെ കൂട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞു കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിനി എടുക്കാൻ പോകുന്നത് നല്ല തടിമാടനായിട്ടുള്ള പേരയ്ക്കയാണ്. അതും ഹാഫ് വേണ്ടായിരുന്നു, പക്ഷെ ഹാഫ് എടുക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ അരിഞ്ഞ് ഈ ആപ്പിളിൻ്റെയും പ്ലമ്മിൻ്റെയും കൂട്ട് തിക്കായിട്ടൊക്കെ മീഡിയത്തിൽ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറേ ഫ്രൂട്ട്സ് എടുക്കാം. എന്ന് വെച്ചാൽ ഫ്രൂട്ട് സലാഡിന് യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രൂട്ട്സും എടുക്കാം. ഇപ്പം എൻ്റെ ഉള്ളത് വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പേരയ്ക്കയും മൊത്തം അതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പേരയ്ക്കയായിരുന്നു. ഇങ്ങനെ തൊട്ടപ്പോഴേ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒത്തിരി ബലം പിടിക്കേണ്ടതില്ല. സാധാരണ കുരുവൊക്കെ ഇങ്ങനെ വരുമ്പോൾ അരിയാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് മാംഗോ ഐസ്ക്രീമാണ് ഗൈസ്. അൽഫോൺസ മാംഗോ ഐസ്ക്രീം. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് ഗൈസ്. സത്യം പറയാലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഐസ്ക്രീമാണ്. നമ്മളങ്ങനെ ആ ഫ്രൂട്ട് സലാഡിന് വേണ്ടത്ര ഐസ്ക്രീം എടുത്തു. അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കറുത്ത മുന്തിരിങ്ങയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ലഡുവിനകത്തും ലഡുവിനകത്തും ഒക്കെ ഇട്ട നമ്മുടെ കറുത്ത മുന്തിരിങ്ങ അതും ഇട്ടു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എന്നുവെച്ചാൽ ഫ്രൂട്ട് സലാഡ് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? നമുക്ക് വലിയൊരു സ്പൂൺ നിറച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇതെടുത്തു, വായിലോട്ട് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഗൈസ് എന്തോ ടേസ്റ്റ് ആണെന്ന് അറിയാമോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.